ചേട്ടൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ചേട്ടന്റെ ബഡ്ജറ്റിന്റെ പകുതി മതി ഈ പറഞ്ഞതെല്ലാം വാങ്ങാം. അതെങ്ങനെ? അതാണ് TJM ഹോൾസെയിൽ മാജിക്. പാലക്കാട്ടെ ഏറ്റവും വലിയ ഹോൾസെയിൽ ബ്രൈഡൽ ജ്വല്ലറി TJM Gold and Diamonds Manufacturers and Wholesalers, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വടക്കാഞ്ചേരി മണ്ഡലത്തിൽ പുതിയ ഫോറസ്റ്റ് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് 7.77 കോടി രൂപ അനുവദിച്ചതായി സേവ്യർ ചിറ്റിലപ്പിള്ളി MLA അറിയിച്ചു. വടക്കാഞ്ചേരി മച്ചാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസുകളുടെയും ക്വാർട്ടേഴ്സുകളുടെയും ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനും മണ്ഡലത്തിലെ ഫോറസ്റ്റ് കെട്ടിടങ്ങൾ പുനർനിർമ്മിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് സേവ്യർ ചിറ്റിലപ്പിള്ളി MLA നേരത്തെ വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രന് കത്ത് നൽകിയിരുന്നു. സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഓഫീസിനും ക്വാർട്ടേഴ്സിനും കരുതക്കാട് കെട്ടിട നിർമ്മാണം പൂർത്തിയായി. മണ്ഡലത്തിലെ ഫോറസ്റ്റ് കെട്ടിടങ്ങൾ പുനർനിർമ്മിക്കുവാൻ തുടർച്ചയായി പിന്തുടർന്ന് പുതിയ കെട്ടിടങ്ങളെ നബാർഡ് പദ്ധതിയുടെ പ്രപ്പോസലിൽ ഉൾപ്പെടുത്തുന്നതിനായി DPR തയ്യാറാക്കി. 2025 ഡിസംബർ 19 അംഗീകാരം ലഭിച്ചതോടെ പുതിയ ഫോറസ്റ്റ് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്ന പദ്ധതിക്ക് 2026 ജനുവരി 12 ഭരണാനുമതിയായി. സർക്കാർ ഏജൻസിയായ കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് KEL മുഖേന പദ്ധതി നിർവഹിക്കുന്നത്. വനം വന്യജീവി വകുപ്പ് സാങ്കേതിക അനുമതി കൂടി നൽകിയതോടെ 7,77,00,000 രൂപയുടെ ഫോറസ്റ്റ് കെട്ടിടങ്ങൾ വടക്കാഞ്ചേരി മണ്ഡലത്തിൽ ഒരുങ്ങുന്നത്. വാഴാനി ഫോറസ്റ്റ് സ്റ്റേഷൻ കെട്ടിടം നിർമ്മാണത്തിന് 94.75 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. വാഴാനി ഫോറസ്റ്റ് സ്റ്റേഷൻ ഡോർമെട്രിക്കായി 1.83 കോടി രൂപയും സ്റ്റാഫ് ബാരക്കിനായി 1.04 കോടി രൂപയും അനുവദിച്ചു. വാഴാനി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസ് ക്വാർട്ടേഴ്സിന് 58 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. മച്ചാട് റേഞ്ച് ഓഫീസ് കെട്ടിടം നിർമ്മാണത്തിന് 1.12 കോടി രൂപ അനുവദിച്ചു. മച്ചാട് റേഞ്ച് ഓഫീസ് ക്വാർട്ടേഴ്സ് നിർമ്മാണത്തിന് 57 ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. വടക്കാഞ്ചേരി റേഞ്ച് ഓഫീസ് കെട്ടിട നിർമ്മാണത്തിന് 1.12 കോടി രൂപ അനുവദിച്ചു. വടക്കാഞ്ചേരി റേഞ്ച് ഓഫീസ് ക്വാർട്ടേഴ്സ് നിർമ്മാണത്തിന് 57 ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. വടക്കാഞ്ചേരി മണ്ഡലത്തിൽ ആകെ 8 ഫോറസ്റ്റ് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിയാണ് 7.77 കോടി രൂപയുടെ സാങ്കേതിക അനുമതി ലഭിച്ച് ടെൻഡർ ഘട്ടത്തിലേക്ക് കടക്കുന്നത്. മണ്ഡലത്തിലെ ഫോറസ്റ്റ് കെട്ടിടങ്ങളുടെ സമഗ്രമായ പുനർനിർമ്മാണം ലക്ഷ്യമിട്ട് വനം വന്യജീവി വകുപ്പുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി നടത്തിയ ഇടപെടലുകളുടെ ഭാഗമായാണ് പദ്ധതിക്ക് അനുമതി നേടിയെടുക്കാനായതെന്ന് സേവ്യർ ചിറ്റിലപ്പിള്ളി MLA പറഞ്ഞു. പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ആവശ്യമായ ഇടപെടലുകൾ തുടരുമെന്നും സേവ്യർ ചിറ്റിലപ്പിള്ളി MLA വ്യക്തമാക്കി. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ ഫോറസ്റ്റ് ഓഫീസുകളുടെ ക്വാർട്ടേഴ്സുകളുടെ ഒക്കെ തന്നെ കെട്ടിടങ്ങൾക്ക് ഇപ്പോൾ 10 കോടി രൂപയിലധികം നമുക്ക് ഭരണാനുമതി ലഭിച്ചിരിക്കുകയാണ്. നേരത്തെ സോഷ്യൽ ഫോറസ്ട്രി ഓഫീസിൻ്റെയും അതിൻ്റെ ക്വാർട്ടേഴ്സിൻ്റെയും നിർമ്മാണ പ്രവർത്തനം നമുക്ക് പൂർത്തിയാക്കാൻ വേണ്ടി കഴിയും. ഏകദേശം അതിന് സമാനമായി തന്നെയാണ് വടക്കാഞ്ചേരി അങ്കക്കാട് പ്രവർത്തിക്കുന്ന വടക്കാഞ്ചേരി മച്ചാട് റേഞ്ച് ഓഫീസുകളുടെ കെട്ടിടം പുനർനിർമ്മിക്കുന്നതിനാവശ്യമായ പദ്ധതിയുടെയും പ്രവർത്തനങ്ങൾ ആ ഘട്ടത്തിൽ മുന്നോട്ട് നീക്കിയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിലെ മന്ത്രിയായിരുന്ന വനം വകുപ്പ് മന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട ശശിധരൻ മിനിസ്റ്റർക്ക് നിരന്തരമായി കത്തുകൊടുക്കുകയും നിരന്തരമായി നിയമസഭാ സമ്മേളനങ്ങളിൽ ചോദ്യവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്താണ് നബാർഡിൻ്റെ പദ്ധതിക്കകത്ത് നമ്മുടെ നിയോജക മണ്ഡലത്തിലെ ഫോറസ്റ്റ് ഓഫീസുകളുടെ എല്ലാം തന്നെ പദ്ധതി ഉൾപ്പെടുത്തി അംഗീകാരം വാങ്ങാൻ വേണ്ടി കഴിഞ്ഞത്. ഇപ്പോൾ നമുക്ക് 7,77,00,000 രൂപയുടെ കൂടി പദ്ധതി ടെൻഡർ നടപടികളിലേക്ക് എത്തുകയാണ്. നമുക്ക് ഭരണാനുമതിയും അതുപോലെ തന്നെ ടെക്നിക്കൽ സാങ്ഷൻ ലഭിച്ചു കഴിഞ്ഞു. അതിലൊന്ന് വടക്കാഞ്ചേരി അങ്കക്കാട് റേഞ്ച് ഓഫീസുകളുടെ കെട്ടിട നിർമ്മാണം 1,12,00,000 രൂപയാണ് ഓഫീസ് കെട്ടിട നിർമ്മാണങ്ങൾക്ക് മാത്രം നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ 2 ഓഫീസിനായിട്ട് നമുക്ക് പിന്നെ 1,12,00,000 രൂപ വീതം വെച്ച് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അവരുടെ ക്വാർട്ടേഴ്സുകൾ 2 ക്വാർട്ടേഴ്സുകൾ അവിടെയുണ്ട്. അത് 57 ലക്ഷം രൂപയാണ് 2 ക്വാർട്ടേഴ്സുകൾക്ക് ലഭിക്കുന്നത്. ഓരോ ക്വാർട്ടേഴ്സിനും 57 വീതം. മറ്റൊന്ന് വാഴാനി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസ് നമുക്കുണ്ട്. ആ റേഞ്ച് ഓഫീസ് കെട്ടിട നിർമ്മാണത്തിന് ഇതുപോലെ തന്നെ നമുക്ക് 1 കോടി രൂപയിലധികം നമുക്ക് ലഭിക്കുന്നുണ്ട്. അവിടെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറുടെ
ക്വാർട്ടേഴ്സിൻ്റെ നിർമ്മാണ പ്രവർത്തനം 52 ലക്ഷം രൂപ ലഭിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ വാഴാനിയിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു പിന്നെ താമസ സൗകര്യം, പ്രത്യേകിച്ച് ഒരു ഡോർമെറ്ററി സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടി 1,83 ലക്ഷം രൂപ. ഇതിൻ്റെ DPR ആയി അതുപോലെ തന്നെ ഡിസൈനായി അംഗീകാരം ലഭിച്ചു. ഇപ്പോൾ ടെൻഡർ നടപടികളിലേക്ക് കടക്കുക. കെൽ എന്ന് പറയുന്ന ഏജൻസിയാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പിന്നെ നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട് വളരെ വേഗത്തിൽ ഈ പ്രവർത്തനങ്ങൾ ആരംഭിക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. You are watching VCV News.